US കണ്ട ബിഗ്ഗസ്റ്റ് ഷോർട്ട് ടൈം ട്രേഡേഴ്സിൽ ഒരാളാണ് ഡാർവസ്. ഞാനത് വെച്ച് കുറച്ച് അപ്ലൈ ചെയ്ത് തുടങ്ങി. ഒരു 14 ഒക്കെ ആയപ്പോൾ ഇത് നമ്മുടെ ഒരു പരിപാടിയായിട്ടങ്ങ് മാറി. അതായത് നമ്മൾ ചെയ്തു വരുന്നതിലൊക്കെ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം സക്സസ്. പ്യുവർ ചാർട്ട് പാറ്റേൺ ആണ് നിക്കോളസ് ഡാർവസിന്റെ മെത്തേഡ്. പ്യുവർ ചാർട്ട് പാറ്റേൺ. ഇതും നോർമൽ ടെക്നിക്കൽ അനാലിസിസും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നോർമൽ ടെക്നിക്കൽ അനാലിസിസ് കുറച്ച് മുമ്പ് കാണിച്ചില്ല നാട്ടിൽ ട്രെൻഡ് ലൈന് മുകളിലേക്കുള്ള ബ്രേക്ക് ഔട്ട്, അല്ലെ മൂവിങ് ആവറേജ് എന്ന് പറയും, ക്ലോസിംഗ് പ്രൈസ് അല്ല ആവറേജ്, അതിന് മുകളിലേക്ക് കയറുവാണെങ്കിലും ബൈ ആയി. ഇങ്ങനെയുള്ള ബ്രേക്ക് ഔട്ടുകളാണ് ടെക്നിക്കൽ മെയിൻ. മൊമെന്റം വരിക, സ്റ്റോക്ക് പ്രൈസ് ജമ്പ് വരിക, മേടിക്കുക, അല്ലെ റിവേഴ്സ് വരിക, മേടിക്കുക. പക്ഷെ എനിക്ക് ബിഗ് റിട്ടേൺ അവിടെ അല്ല വരുന്നത്. ഡെഡ് സ്റ്റോക്ക് എന്ന് പറയും, അല്ലെ കൺസോൾട്ടേറ്റഡ് സ്റ്റോക്ക്, ആ ലെവലിൽ നിന്ന് ജമ്പ് വരണം. അതായത് നോർമൽ ഇറങ്ങിയിട്ടുള്ള ജമ്പ് അല്ല, ലോങ് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ജമ്പ് വരിക. ഗ്രീവ്സ് കോട്ടൺ ആണിത്. ഈ സമയത്ത് നമ്മൾ പിക്കിട്ടാണ് 2020 ലാസ്റ്റിലൊക്കെ പിക്കിട്ടാണ്. അതിനെപ്പറ്റി ഒരു വീഡിയോയും ആ സമയത്തുള്ള യൂട്യൂബ് വീഡിയോയിൽ അത് കേട്ടിട്ടുണ്ട്. ആ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞ് അന്ന് നമ്മൾ അത് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലിലാണ്, 80 ലെവലിലാണ് അത് പറയുന്നത്. 80 റേഞ്ച്, ചിലർ 70 പോയി, അന്നേരം വാങ്ങിച്ചു. ഒറ്റ പോക്കങ്ങ് പോയി സാധനം. നമ്മൾ 130, 140 കുറെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പഴയ റേഞ്ച് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് എടുക്കാൻ പറ്റും, ടാർഗറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ടാർഗറ്റ് കൊടുത്തായിരുന്നു. അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സെൽ ഓഫ് വന്നിട്ട് 100 ലെവൽ 118 ഒക്കെ വന്ന് സപ്പോർട്ട് എടുത്തു വീണ്ടും. അതായത് മുകളിലായിട്ട് പുതിയ ലെവൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവരുടെ ഒത്തിരി ന്യൂസസ് വരുന്നുണ്ട്, ഇലക്ട്രിക് വെഹിക്കിളിന്റെ ന്യൂസസ് വരുന്നുണ്ട്. ആ കമ്പനി ഇങ്ങനെ ഒരു പതുക്കെ ടേൺ അറൗണ്ട് ആയി വരിക. ആ സമയത്ത് വീണ്ടും പിക്ക് കിട്ടും, പിന്നെ അത് 240 റേഞ്ച് കിട്ടും. അപ്പോൾ അങ്ങനെ റിട്ടേൺ കിട്ടി. പക്ഷെ ഇതിന്റെ ബേസ് ഞാൻ പറഞ്ഞത് അന്ന് പിക്ക് ഇട്ടതിന്റെ കാരണം ആ മാർക്ക് ചെയ്തിരിക്കുന്ന ബോക്സ് ആണ്. ആ ബോക്സ് ആണ് ഡാർവസ് ബോക്സ്. നിക്കോളാസ് ഡാർവസ് ഐഡന്റിഫൈ ചെയ്തത് ചില സ്റ്റോക്കുകളിൽ ലോങ് കൺസോൾട്ടേഷൻ, അത് നല്ലൊരു സ്റ്റോക്ക് ചിലപ്പം ക്വാർട്ടർലി റിസൾട്ട് മോശമായതാവാം, ആനുവൽ റിസൾട്ട് മോശമായതാവാം. അപ്പോൾ വില ഇടിയുമല്ലോ. വില ഇടിഞ്ഞ് ഇത് താഴേക്ക് വരും. താഴേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ അക്കുമുലേഷൻ ഫേസ് എന്ന് പറയുന്ന ലെവലിൽ അത് കിടക്കും. അതൊരു ബോക്സിൽ വരച്ചെടുക്കാൻ പറ്റും. ഇത് charting.com ഈ ബോക്സ് ഉണ്ട്. ഞാൻ ആ ബോക്സ് വെച്ച് മാർക്ക് ചെയ്താണ്. ഈ ബോക്സ് നിങ്ങൾക്ക് tradingview.com പോയാലും ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു ലെവലുകളിൽ പ്രൈസ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റേ ഇല്ലാത്ത സ്ഥിതിയല്ല. മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ ചെറിയ റേഞ്ചിലുള്ള മൂവ്മെന്റ്, വലിയ റേഞ്ചിലല്ല, ചെറിയ റേഞ്ചിൽ ഇങ്ങനെ മൂവ് ചെയ്യും. അതൊരു ബോക്സിനകത്താക്കാൻ നോക്കുക. അപ്പം നമുക്ക് അതിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടും. ഇതൊരു എൻട്രിയാ, ഇതൊരു ബൈ റേഞ്ചാണ്. ഈ ഡാർവസ് ബോക്സിൽ നിന്ന് മുകളിലോട്ടുള്ളത് ഡാർവസ് ബോക്സ് ബ്രേക്ക് ഔട്ട് എന്ന് പറയും. അത് നല്ല എൻട്രി ആയിരിക്കും. പ്രത്യേകിച്ച് ഷോർട്ട് കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഇതേപോലെ 6 മാസം 5 മാസം ഒക്കെ കഴിഞ്ഞിട്ട് ഒറ്റക്കയറ്റം കയറും. അങ്ങനെ പൊതുവെ കണ്ടിട്ടുള്ളത്. ഇത് ബൈ ആണ്. ഇതാണ് നമ്മൾ എങ്ങനെ ബൈ ചെയ്യണം എന്നുള്ളതിന്റെ മറ്റൊരു സ്ട്രാറ്റജി.